1975 അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയപ്പോൾ ഇന്ദിര ഒരു രാജ്യത്തെയും ജനതയെയും തന്നെ അയോഗ്യരാക്കി നടത്തിയ പ്രഖ്യാപനത്തിന്റെ പേരാണ് അടിയന്തരാവസ്ഥ. അബു എബ്രഹാം പിന്നീട് കാർട്ടൂൺ വരച്ച് പരിഹസിച്ചതുപോലെ ബാത്ടബിലിരുന്ന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്ന് ഇന്ദിരയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ തലവര മാറ്റിവരച്ചു. 1975 ജൂൺ 26 പുലർച്ചെ 6 മണിക്ക് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റപടി കണ്ണുതിരുമിയെത്തിയവരുടെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ ഇന്ദിര തന്റെ തീരുമാനം അറിയിക്കുമ്പോഴേക്കും രാജ്യത്ത് പൗരാവകാശങ്ങൾക്ക് വിലങ്ങ് വീണു തുടങ്ങിയിരുന്നു. രാജ്യത്തുടനീളം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ജയിലിൽ അടക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. ജനപ്രതിനിധികൾ, ട്രേഡ് യൂണിയനിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, എഴുത്തുകാർ എന്ന് വേണ്ട ഭരണകക്ഷിയെ എതിർക്കുന്ന ആർക്കും രക്ഷയില്ലാത്ത കിരാതകാലം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഉച്ചചങ്ങാതി ജയപ്രകാശ് നാരായണനും മൊറാർജി ദേശായിക്കും വേണ്ടി മകൾ ഇന്ദിര ഹരിയാന റെസ്റ്റ് ഹൗസ് ജയിലാക്കി. ജനാധിപത്യ അട്ടിമറിക്ക് ശേഷം അധികാരം പിടിച്ചെടുത്ത സൈനിക മേധാവികളെ പോലും നാണിപ്പിച്ച മിസിസ് ഗാന്ധിയെ AKG വിളിച്ചു പെൺ ഹിറ്റ്ലർ. അതുവരെ വനിതകളിൽ നിന്നൊരു സ്വേച്ഛാധിപതിയെ കണ്ടിട്ടില്ലാത്ത ലോകമാധ്യമങ്ങളും അന്തം വിട്ടു. നാസി ജർമ്മനിയിലേക്കാൾ 10 മടങ്ങായിരുന്നു അടിയന്തരാവസ്ഥക്കാലത്ത് വന്ധ്യീകരിക്കപ്പെട്ട മനുഷ്യർ. പിറന്ന മണ്ണിൽ നിന്ന് പിഴുതെറിയപ്പെട്ടവരുടെ കഥയും തഥൈവ. 21 മാസം രാജ്യം ജയിലറുകളും കൊലമുറികളും നിറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പായി. സെൻസർഷിപ്പ് എന്ന മാരകായുധം കൊണ്ട് മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. കുൽദീപ് നയ്യാറും സുന്ദർരാജനും RK മൽക്കാനിയും ഉൾപ്പെടെ 300ഓളം മാധ്യമപ്രവർത്തകർ തുറങ്കിലടക്കപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണകൂട ഭീകരതയിൽ അടിയന്തരാവസ്ഥയും തോറ്റു തൊപ്പിയിട്ടു. 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്ക് ജനം നൽകിയ മറുപടി തന്നെ 2024 മോദിക്കും മുഖമടച്ച് കിട്ടി. അടിയന്തരാവസ്ഥക്കാലത്ത് മുട്ടിലഴിഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രധാനിയായ ടൈംസ് ഓഫ് ഇന്ത്യ അന്നറിയപ്പെട്ടത് ടൈംസ് ഓഫ് ഇന്ദിര എന്നായിരുന്നു. അതേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ തന്നെ ബുദ്ധിമാനായ ഒരാൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊരു രസികം പരസ്യം നൽകി: DEMocracy അന്തരിച്ചു. ഭാര്യ ടി റൂത്ത്, മകൻ ALI ഭട്ടി, സഹോദരങ്ങൾ ഫെയ്ത്ത്, ഹോപ്പ്, ജസ്റ്റിസ്. രാജ്യം തെറ്റാതെ തന്നെ ആ പരസ്യം കൂട്ടിവായിച്ചു. ജനാധിപത്യം അന്തരിച്ചു. ഭാര്യ സത്യം, മകൻ സ്വാതന്ത്ര്യം, സഹോദരങ്ങൾ വിശ്വാസം, പ്രത്യാശ, നീതി. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.